സർക്കാരിന് കാശുണ്ടാക്കണം. ഈ 50 രൂപ കൂട്ടുന്നതുകൊണ്ട് ഗവൺമെന്റിന് മുതൽ കൂട്ടില്ലാതെ ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവനോ എടുക്കുന്നവനോ യാതൊരു ഗുണവുമില്ല. കൈ നീട്ടാൻ പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ലോട്ടറി വിലയെക്കുറിച്ച് എന്തോ പറയാം. ലോട്ടറി വില എന്ന് പറഞ്ഞാൽ ലോട്ടറിക്ക് വില കൂടുതലും പ്രൈസ് ഇല്ലാത്തതാണ് പ്രശ്നം. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പ്രസ്ഥാനത്ത് ഒരു പൈസ പോലും പ്രൈസ് അടിക്കാൻ 100, 200, 300, 400 ടിക്കറ്റ് വിൽക്കുന്നവന് വൈകുന്നേരം ആകുമ്പോൾ 10 പൈസയില്ല, ഒരു പൈസ അടിക്കുന്നില്ല. അതിനനുസരിച്ച് പ്രൈസ് കുറവാണ്. സാധാരണക്കാരുടെ കാശ് മേടിച്ച് ഗവൺമെൻറ് മുതൽക്കൂട്ടുണ്ടാക്കുക എന്നല്ലാതെ ഒരൊറ്റ പണിയില്ല ഇപ്പോൾ നടക്കുന്നത്. പറയുന്നത് ജനാധിപത്യം സുതാര്യം ഒക്കെയാണ് പറയുന്നത്. ഒരു പ്രവൃത്തിയില്ല. ഒരു പൈസയും കൊടുക്കാത്ത രീതിയിൽ വെറും പേപ്പർ അടിച്ച് നോട്ടാക്കുക എന്നുള്ളതാണ്. 40-45 വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്നവനാണ് ഞാൻ. 10-60 പൈസയുള്ളൂ. ഇതുവരെ ഈ അടുത്ത സമയത്താണ് ഇതുകൊണ്ട് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത്. പ്രൈസില്ല. മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൈസ അടിക്കുന്നില്ല. ഒരു 50 രൂപ കൂടുന്നെന്ന് പറഞ്ഞാൽ അത് ആദ്യമൊക്കെ ഇതിൻ്റെ എല്ലാം പരിണതഫലം അനുഭവിക്കുന്ന കച്ചവടക്കാരാണ്. ഹോൾസെയിൽ വ്യാപാരികൾക്കൊന്നുമില്ല. അവരുടെ ചൂടപ്പം പോലെ വിട്ടഴിയും. എന്നാൽ പോലും അത്യാവശ്യത്തിന് നമ്മൾ 25 ടിക്കറ്റോടോ അല്ലെങ്കിൽ 50 ടിക്കറ്റോടൊക്കെ പോയി ചോദിച്ചാൽ ഹോൾസെയിലുകാരില്ല. എല്ലാ ഹോൾസെയിലുകാരും ഹോൾസെയിൽ മുതലാളിമാരും ഓഫീസുകളിൽ നിന്ന് ഇഷ്ടം പോലെ ടിക്കറ്റ് മേടിച്ച് അവരെല്ലാം വലിയ കടകൾ തുടങ്ങാം. വലിയ കടകൾ തുടങ്ങി വെച്ച് വലിയ കടകൾ തുടങ്ങിയിട്ട് അവിടുന്ന് ലക്ഷക്കണക്കിന് ടിക്കറ്റ് വാരിയിട്ട് വിറ്റ് അവർക്ക് പ്രൈസ് മേടിക്കും. എന്തുവാ ഇതിനകത്തുള്ള രഹസ്യം അറിയാൻ വയ്യ. ഞങ്ങൾ അനേകം ലോട്ടറികൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. സാധാരണക്കാരാണ് ഞങ്ങൾ. പക്ഷേ ലോട്ടറിക്ക് ഇതുപോലെ പ്രൈസ് ഇല്ല. 10,000 രൂപ കാശും കൊടുത്ത് എത്രയോ ലക്ഷങ്ങൾ കൊടുത്തായിരിക്കും ഓരോരുത്തർ ലോട്ടറി എടുക്കുന്നത്. ഈ ഒരു ലോട്ടറിക്ക് പോലും 1 രൂപ പോലും ഇങ്ങനെ അടിക്കാറില്ല. സർക്കാരിന് കാശുണ്ടാക്കണം എന്നല്ലാതെ ഒരു കച്ചവടം ഇല്ല. ലോട്ടറിക്ക് പ്രൈസ് കൊടുക്കുക. വില കൂടിയാൽ ലോട്ടറിക്ക് പ്രൈസ് കൊടുക്കാനായിട്ട് സർക്കാർ അത് അംഗീകരിക്കണം. ഇപ്പം തന്നെ ഞങ്ങൾ കൊച്ചു കച്ചവടക്കാരെല്ലാം വെള്ളത്തിലാണ്. ഞങ്ങൾ കൈ നീട്ടാൻ പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഞങ്ങളെ ഗതികേടാക്കി വെച്ചിരിക്കുക ഈ ലോട്ടറി. അപ്പോൾ 40 രൂപ ആയിട്ട് തന്നെ വിൽക്കാൻ വലിയ പാടാണ്. ഇനി 50 രൂപ ആക്കുവാണെങ്കിൽ ഞങ്ങളെല്ലാം ഭിക്ഷ എടുക്കാൻ പോകേണ്ടി വരും. അതിന് പിന്നെ ഗവൺമെൻറ് ലോട്ടറി വകുപ്പ് ഉത്തരവാദിത്തം പറയണ്ടേ. അതിപ്പം ഇങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വിൽപ്പനയാവും. ആർക്കും നഷ്ടമില്ലാതെ പോയി ഞങ്ങൾക്ക് അരി മേടിക്കാം. സമ്മാനം കൂട്ടുമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. ഇവിടെ കൂട്ടുന്നില്ലല്ലോ. എത്രയോ നാൾ കൊണ്ട് പറയുന്നത് 8 ലക്ഷം 8 ലക്ഷം ടിക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടുക്കുന്ന പ്രൈസ് ഇപ്പോഴും കൊടുക്കുന്ന ആളുകൾ പറയുന്നത്. ആൾക്കാർ വന്ന് ഞങ്ങളെ ചീത്ത വിളിക്കുക. നിങ്ങൾ എന്തിനാ ഈ പേപ്പറിന് ഞങ്ങൾ പൈസ തരണമെന്ന് ചോദിക്കുന്നത്? പേപ്പറിന്, ലോട്ടറി എന്നല്ല പറയുന്നത്. ഈ വെറും പേപ്പറിന് ഞങ്ങൾ പൈസ തരണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ചീത്ത വിളിക്കാൻ വരുമോ? അപ്പോൾ ഇനി 50 കൂടെ ആക്കുവാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പ്രൈസ് കൂട്ടുമെന്ന് പറയുന്നതല്ലാതെ ഒരു കാരണവശാലും പ്രൈസ് ഇതുവരെ കൂട്ടി ഞങ്ങൾ കണ്ടിട്ടില്ല. കുറയ്ക്കാനുള്ള വകുപ്പുകൾ അവർ നോക്കുന്നത്. അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ലോട്ടറി വകുപ്പ് ആലോചിച്ച് ചെയ്യട്ടെ.